കഴിഞ്ഞ ദിവസമുണ്ടായ 2 അക്രമ സംഭവങ്ങളിലായി ഗ്രേറ്റർ ടൊറന്റോ ഏരിയയിൽ 2 പേർ കൊല്ലപ്പെട്ടു. രണ്ടും വെടിവയ്പ് തന്നെയാണ്. ഒന്ന് ഹൗസ് ഇൻവേഷനും ഒന്ന് സ്കാർബോ ടൗൺ സെന്ററിൽ നടന്ന ഒരു വെടിവയ്പും. ഇതിന്റെ പിന്നിലെ കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിച്ചു വരികയാണ്. വോണിൽ ഉണ്ടായ സംഭവം ഹൗസ് ഇൻവേഷൻ എന്നാണ് പോലീസ് പറഞ്ഞു വച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മാധ്യമങ്ങളിലും ഓൺലൈൻ വെബ്സൈറ്റുകളിലും പോലീസിന്റെ വെബ്സൈറ്റിലും ഒക്കെ വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഞാനിത് പറയാനുള്ള ഒരു പ്രധാന കാര്യം, ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ എങ്ങനെ പ്രതികരിക്കണമെന്നാണ്. പ്രത്യേകിച്ചും ഹൗസ് ഇൻവേഷൻസ്. ഞാൻ ഒരു 2 മാസം മുമ്പുണ്ടായ ഒരു സംഭവം പറയാം. ഞങ്ങൾ വീട്ടിലായിരുന്നു. രാത്രി 1 മണി ആയപ്പോഴേക്കും നമ്മുടെ കോളിംഗ് ബെല്ല് ശബ്ദിച്ചു. സാധാരണഗതിയിൽ പകലാണെങ്കിൽ പോലും ആരും വന്ന് അങ്ങനെ വെറുതെ ബെല്ലടിക്കാറില്ല. പകലാരെങ്കിലും ഒക്കെ വന്ന് ബെല്ലടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാമറയിലൂടെ നോക്കും. അതിനുശേഷം വേണമെങ്കിൽ ഡോർ തുറക്കും. അല്ല, ആമസോൺ ഡെലിവറി, പ്യൂറലേറ്റർ മുതലായ ഡെലിവറി സർവീസുകളൊക്കെയാണ് വരാറുള്ളത്. ആരും അങ്ങനെ ആരുടെയും വീട്ടിൽ പോയി അങ്ങനെ ബെല്ലടിച്ച് സംസാരിക്കുകയോ അല്ലെങ്കിൽ വെറുതെ സന്ദർശനത്തിനായിട്ട് അങ്ങനെ പോകാറില്ല. ആരെങ്കിലുമൊക്കെ മീറ്റ് ചെയ്യണമെങ്കിൽ നേരത്തെ മെസ്സേജ് അയക്കും. അല്ലെ ബന്ധുക്കളോ സുഹൃത്തുക്കളൊക്കെ ആണെങ്കിൽ ഫോൺ വിളിച്ചിട്ടാണ് വരാറുള്ളത്. ഈ രാത്രിയിൽ പതിവില്ലാതെ കേട്ട 1 മണി സമയത്തെ ബെല്ലടി, ഞങ്ങൾ നേരത്തെ ഉറങ്ങും. അപ്പോഴേക്കും ഞങ്ങൾ ക്യാമറ നോക്കി. അപ്പോൾ 3 പേര് പുറത്ത് നിൽക്കുന്നുണ്ട്. അവർ ബെല്ലടിക്കുന്നു, മുകളിലോട്ട് കൈയൊക്കെ ചൂണ്ടി കാണിക്കുന്നു, പല കാര്യങ്ങളും സംസാരിക്കുന്നതൊക്കെ കേൾക്കാം. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് നമ്മൾ പെട്ടെന്ന് ഓർത്തു പോകും. കാരണം നമ്മൾ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ അടുത്തുള്ള ആളുകളെ വിളിക്കുന്നു, അല്ലെ ഫോൺ വിളിക്കുന്നു, ഒച്ച വെക്കുന്നു, നമുക്കറിയില്ല എന്താണെന്ന്. ഈ വന്ന ആളുകൾ ഇങ്ങനെ നമ്മുടെ ഡോർ ഹാൻഡിലൊക്കെ പിടിച്ച് വലിച്ചൊക്കെ നോക്കുന്നുണ്ട്. ഞാൻ ഉടൻ തന്നെ തീരുമാനിച്ചു 911 പോലീസിലേക്ക് തന്നെ വിളിക്കുക. ഉടൻ തന്നെ ഫോൺ എടുത്ത് വിളിച്ചു കഴിഞ്ഞപ്പോൾ അവർ പല കാര്യങ്ങളും എന്നോട് ചോദിച്ചു. താഴെ നിൽക്കുന്നവരുടെ വേഷം എന്താണ്, ഏജ് എത്രയായിട്ട് വരും, അവരെന്തൊക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സമയം ആയപ്പോഴേക്കും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുന്നുണ്ട്, അടുത്ത വീടുകളിലേക്കൊക്കെ നോക്കുന്നുണ്ട്. എല്ലാം നിശബ്ദമാണ് ആ സമയത്ത്. വീണ്ടും പോലീസിന്റെ ക്വസ്റ്റ്യൻസ് തുടർന്നുകൊണ്ടേയിരുന്നു. ആദ്യം അവർ ചോദിക്കുന്നത് പോലീസ്, ഫയർ, ആംബുലൻസ് ഇങ്ങനെയാണ് ചോദിക്കുന്നത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 911 കോൾ ചെയ്യുമ്പോഴേക്കും. ഞാനൊരു CPR ഇൻസ്ട്രക്ടറാണ്. അത് കാരണം ഇതേപ്പറ്റി ഞാൻ ക്ലാസ്സുകൾ എടുക്കാറുള്ളതാണ്. മുമ്പും ഇതുപോലെ വിളിച്ചിട്ടുണ്ട്. അത് മറ്റ് സാഹചര്യങ്ങളിലായിരുന്നു. എന്നാൽ ഇത് ഒരു ക്രിട്ടിക്കലായിട്ടുള്ളൊരു സാഹചര്യത്തിലാണ് വിളിക്കുന്നത്. ഞാൻ വാതിലൊന്നും തുറന്നില്ല, ക്യാമറയിൽ അവരോട് സംസാരിച്ചില്ല. പോലീസ് കൃത്യമായിട്ട് കാര്യങ്ങൾ ചോദിച്ചു. കാർ അവർ പാർക്ക് ചെയ്തിട്ടുണ്ട്, ഏത് ടൈപ്പ് കാറാണ് അവിടെ ഉള്ളത്. ഈ സമയത്ത് ഇവർ ഡോർ നോക്ക് ചെയ്യുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കുറെ നേരം അവിടെ നിന്നു. അതിനുശേഷം അവർ പയ്യെ മറ്റ് വീടിൻ്റെ അടുത്തോട്ട് പിൻവാങ്ങി. കാറും കുറച്ച് ദൂരെയാണ് പാർക്ക് ചെയ്തിരുന്നത്. പോലീസ് ചോദിച്ചു, നിങ്ങളുടെ വീട് ഞങ്ങൾ വന്ന് സന്ദർശിക്കണമോ എന്ന് ചോദിച്ചു. അതോ അവിടെ ഒന്ന് റോന്ത് ചുറ്റിയിട്ട് പോയാൽ മതിയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അപ്പോൾ അവരവിടുന്ന് പോയി, നിങ്ങളൊന്ന് വന്ന് സ്ഥലമൊക്കെ ഒന്ന് സന്ദർശിച്ചിട്ട് ഇവരവിടെ ഉണ്ടോന്ന് നോക്കിയിട്ട് പോകാൻ പറഞ്ഞു. വിതിൻ ഒരു 5 മിനിറ്റ്സിൽ തന്നെ പോലീസിന്റെ വണ്ടി അവിടെ വന്നു. അവരവിടെ വന്ന് എല്ലാം ഒന്ന് റോന്ത് ചുറ്റിയിട്ട് പോയി. ഈ ഒരു സംഭവം നമുക്കറിയില്ല ആരാണ് ഈ വന്നതെന്നോ എന്തിനു വന്നെന്നോ ഒന്നും നമുക്കറിയില്ല. പിന്നെ പിറ്റേ ദിവസമാണ് ഒരു 2 പേര് പകൽ സമയത്ത് വന്നു പറഞ്ഞു, അവരുടെ എന്തോ ഒരു ഫോൺ ആ ഭാഗത്ത് എവിടെയോ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടി മറ്റുള്ളവർ വന്ന് അത് പരിശോധിക്കാൻ വേണ്ടിയാണ്, നിങ്ങളുടെ വീടിന് മുൻപിൽ ക്യാമറ ഉണ്ടല്ലോ, ആ ക്യാമറ നോക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞു. ആ സമയത്ത് പ്രത്യേകിച്ചും വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്നവർക്കറിയാം, ആ സമയത്ത് ഒരു വീട്ടിലും കയറുന്ന ഒരു പരിപാടി നമ്മുടെ നാട്ടിലാണേലും അറിയാമല്ലോ. നമ്മൾ ആ സമയത്ത് ഒരിടത്തും പോയി ബെല്ലടിക്കാനോ അല്ലെങ്കിൽ കൊളിയാനോ ഒന്നും പോകാറില്ല. ഫോണുള്ളതാണ്, ഫോണുള്ളപ്പം നമ്മൾ വിളിച്ചു ചോദിക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ആക്സിഡന്റുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആളുകൾ നോക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രതികരിക്കേണ്ട രീതി, ഞാൻ ഇന്റർനെറ്റിൽ നോക്കിയപ്പോഴും ഞങ്ങളുടെ ഫസ്റ്റ് എയ്ഡ് ഇൻസ്ട്രക്ഷനിൽ നോക്കിയപ്പോഴും ഇത് തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മൾ പോലീസിനെ ആ സമയത്ത് വിളിക്കുക. പെട്ടെന്ന് തന്നെ നമ്മൾ സേഫ് ആകാൻ വേണ്ടി നോക്കുക എന്നുള്ളതാണ്. നമ്മുടെ വോണിലുണ്ടായ സംഭവം നോക്കി കഴിയുമ്പോഴും ഇത് തന്നെയാണ്. വീടിന്റെ പിന്നിൽ നിന്നും വാതിലുകളിലൊക്കെ കുത്തി തുറന്നാണ് ആളുകൾ അകത്ത് കയറിയത്. ക്യാമറ സംവിധാനങ്ങൾ എല്ലാവരും ആക്ടിവേറ്റ് ചെയ്ത് വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്യാമറയിൽ നിങ്ങൾക്ക് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ, അതായത് പ്രത്യേകിച്ചും വീടിൻ്റെയൊക്കെ ഫ്രണ്ടിലാണ് കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ, എനിക്ക് തോന്നുന്നത് അകത്ത് നമ്മൾ സ്റ്റേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രമാത്രം സേഫ് അല്ല. പെട്ടെന്ന് ബാക്ക് യാർഡിലോട്ട് ഇറങ്ങുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് നല്ലതാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കുട്ടികളോടും കാര്യങ്ങൾ പറഞ്ഞു, ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്
അകത്ത് അധികം സ്റ്റേ ചെയ്യാതെ പുറത്ത് ഇറങ്ങുന്നത് സേഫ് ആയിരിക്കും. അപ്പോൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ബാക്ക് സൈഡിലും ആളുണ്ടോ എന്ന് നോക്കണം. ഇത് എൻ്റെ ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല, ഞാനൊരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക, ഉടൻ തന്നെ ചെയ്യേണ്ട കാര്യം 911 കോൾ ചെയ്യുക. CPR ക്ലാസ്സുകളൊക്കെ നടക്കുന്നുണ്ട്. അത് ഇനി സെപ്റ്റംബർ 8 തീയതി നടക്കുന്നുണ്ട്. സെപ്റ്റംബർ 9 തീയതി നമ്മുടെ ലണ്ടനിൽ നടക്കുന്നുണ്ട്. കുട്ടികളും പിന്നെ മുതിർന്നവരും ഒക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ പ്രാക്ടിക്കലായിട്ട് വിവിധ സിനാരിയോകളിൽ കൂടി മനസ്സിലാക്കാവുന്നതും സർട്ടിഫിക്കറ്റ് നേടാവുന്നതുമാണ്. നമുക്കിനി മറ്റു വാർത്തകളൊക്കെ നോക്കാം. എല്ലാവർക്കും ഹാപ്പി ഓണം. ഓണം കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും ആഘോഷിച്ചു. ഓർമ്മ ഒണ്ടാരിയോ റീജിയണൽ മലയാളി അസോസിയേഷൻ്റെ പ്രോഗ്രാമിന് ഞാൻ കഴിഞ്ഞ ആഴ്ച പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കേരള അസോസിയേഷൻ കാനഡയുടെ പ്രോഗ്രാംസ് ഇവിടെ ഉണ്ടായിരുന്നു. മഹാ ഓണം ഇന്നാണ് നടക്കുന്നത്. അങ്ങനെ നിരവധി പരിപാടികളുമായിട്ട് കാനഡയിലെ ഓണം പൊടി പൊടിച്ചു എന്ന് തന്നെ പറയാം. അൺഎംപ്ലോയ്മെന്റ് റേഷ്യോ അല്പം കൂടി നിൽക്കുകയാണ്. 6.9 അൺഎംപ്ലോയ്മെന്റ് നിരക്ക് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം 6.4 ഈ സമയത്തുണ്ടായിരുന്നത്. പ്രത്യേകിച്ചും ഈ സമയത്താണ് നിരവധി ജോലികൾ ലിസ്റ്റ് ചെയ്യപ്പെടേണ്ടത്, എന്നാൽ അധികം ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. നാട്ടിൽ നിന്ന് നിരവധി ആളുകളൊക്കെ ഇങ്ങോട്ട് വരുന്ന സമയമാണ്. വിവിധ രാജ്യങ്ങളിൽ നിന്നും ആളുകൾ ജോലി തേടി വരുന്ന ഒരു സമയവുമാണിത്. കഴിഞ്ഞ ദിവസം പിയറെ പൊളിവർ ഇപ്പോൾ പാർലമെന്റിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ശക്തമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങി. പ്രത്യേകിച്ചും യൂത്ത് എംപ്ലോയ്മെന്റിനെ പറ്റിയുള്ള കാര്യങ്ങൾ അദ്ദേഹം കാര്യമായിട്ട് തന്നെ നോക്കുന്നുണ്ട്. അതായത് ടെമ്പററി ഫോറിൻ വർക്കേഴ്സിനെ, മറ്റു രാജ്യങ്ങളിൽ നിന്നും കാനഡയിലേക്ക് ഓരോ വർഷവും എത്തുന്നത് 82,000 ആളുകളാണ് ടെമ്പററി ഫോറിൻ വർക്കേഴ്സ് എന്നൊക്കെ പറഞ്ഞ കാറ്റഗറിയിൽ വരുന്നത്. എന്നാൽ ഇനി അത് മുന്നോട്ട് തുടരരുത്, അത് നിർത്തലാക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. കാരണം കാനഡയിലെ യുവാക്കൾക്ക് ഇപ്പോൾ ജോലികൾ കുറവാണ്. ആയതിനാലാണ് അദ്ദേഹം ഇത്തരം ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുന്നത്. 2 വർഷത്തെ ലേബർ മാർക്കറ്റ് ഇമ്പാക്ട് അസസ്മെന്റ് കാലാവധിയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. ഇനി അത് 1 വർഷത്തിലേക്ക് ചുരുക്കണമെന്നും ടോട്ടൽ എംപ്ലോയ്മെന്റ് ഫോഴ്സിന്റെ 10% മാത്രമേ ഇനി ഫോറിൻ വർക്കേഴ്സിനെ എടുക്കാവൂ എന്നുള്ളൊരു നിയമവും ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതേപ്പറ്റിയുള്ള പല വീഡിയോസ് ഞാൻ ഇടയ്ക്കൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ എക്സ്പ്രസ് എൻട്രി ഡ്രോ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിയുമ്പോഴേക്കും കഴിഞ്ഞ ദിവസം നടന്ന ഡ്രോയെ 534 അതിൻ്റെ സ്കോറൊക്കെ വന്നിരുന്നത്. നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. നമ്മുടെ ഒരു ന്യൂസ് ലെറ്റർ ഇപ്പോൾ പോകുന്നുണ്ട്. എല്ലാ തിങ്കളാഴ്ചയും ഞാൻ ഈ ദിവസങ്ങളിൽ പറയുന്ന ന്യൂസുകളെല്ലാം ഒരുമിച്ച് ചേർത്ത് ഒരു ന്യൂസ് ലെറ്റർ ആയിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഇംഗ്ലീഷിലാണത്. നിങ്ങൾക്ക് സൈനപ്പ് ചെയ്യുകയാണെങ്കിൽ അത് എല്ലാ തിങ്കളാഴ്ച രാവിലെ കിട്ടും. 7,000 പേര് ഇപ്പോൾ അത് സൈനപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കും അതിൻ്റെ ഒരു കോപ്പി ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രീ ആയിട്ടുള്ള സൈനപ്പ് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് സൈനപ്പ് ചെയ്താൽ മാത്രം മതിയാവും. പിന്നെ മറ്റു ഡ്രോസ്, ഒണ്ടാരിയോ നോമിനി പ്രോഗ്രാം ഡ്രോസ്, പിന്നെ എഡ്യൂക്കേഷൻ ഡ്രോയ്, അതൊക്കെ ഈ ദിവസങ്ങളിലൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. എഡ്യൂക്കേഷൻ്റെ ഡ്രോ നടന്ന് കുറച്ച് മുമ്പാണ് നടന്നത്. ഒണ്ടാരിയോ നോമിനി പ്രോഗ്രാമിൻ്റെ ഇൻഫർമേഷൻസ് ഒക്കെ കൃത്യമായിട്ട് നമ്മുടെ ലൈവ് സെഷനിൽ ജയേഷ് RCC പറഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ലൈവ് സെഷനാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി നിങ്ങൾ കഴിഞ്ഞ ആഴ്ചത്തെ ലൈവ് സെഷൻ ഒന്ന് കേട്ടാൽ മതി. അതിൻ്റെ അകത്ത് എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അടുത്ത ഒരു പ്രധാന കാര്യം ടീച്ചേഴ്സും സ്കൂളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. സ്കൂളുകളൊക്കെ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കുട്ടികളൊക്കെ സ്കൂളിൽ പോയി തുടങ്ങിയിരിക്കുന്നു. ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളൊക്കെ വളരെ എൻജോയ് ചെയ്താണ് എല്ലാവരും പോയിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ എഡ്യൂക്കേഷണൽ വർക്കേഴ്സിന്, പ്രത്യേകിച്ചും ടീച്ചേഴ്സിൻ്റെയും സബ്സ്റ്റിറ്റ്യൂട്ട്സിൻ്റെയും സപ്ലൈ ടീച്ചേഴ്സിൻ്റെയും ലഞ്ച് സൂപ്പർവൈസേഴ്സിൻ്റെയും ഒക്കെ വേക്കൻസികൾ ലിസ്റ്റ് ചെയ്യപ്പെടുന്ന ദിവസങ്ങളുമാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ കാര്യങ്ങളൊക്കെ വെബ്സൈറ്റുകളിൽ നോക്കാവുന്നതാണ്. പ്രത്യേകിച്ചും ടൊറന്റോ സ്കൂൾ ഡിസ്ട്രിക്ട് ബോർഡ്, യോർക്ക് ഡിസ്ട്രിക്ട് ബോർഡ്, നിങ്ങൾ ഏത് സ്ഥലത്താണെങ്കിലും കാനഡയിൽ എവിടെയാണെങ്കിലും ഒരു സ്കൂൾ ബോർഡ് ഉണ്ടാവും. അവിടെയൊക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. പലരും ടീച്ചേഴ്സ് ആയിട്ടുള്ളവർ കഴിഞ്ഞ പ്രാവശ്യത്തെ ഡ്രോയിലൊക്കെ PR കിട്ടിയവർ ഇവിടെ വന്നിട്ടുണ്ട്. അവർക്കൊക്കെ ഇപ്പോൾ ഒണ്ടാരിയോ സർട്ടിഫൈഡ് ടീച്ചർ ക്വാളിഫിക്കേഷൻ ഉണ്ടാവില്ല എങ്കിലും നിങ്ങൾക്ക് ഈ സപ്ലൈ ടീച്ചിങ്ങിലോട്ടൊക്കെ പ്രവേശിക്കാവുന്നതാണ്. അതിൻ്റെ ഗൈഡൻസിന് വേണ്ടി തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടിയുള്ള പല ഫണ്ടഡ് പ്രോഗ്രാംസും ഉണ്ട്. നിങ്ങൾക്ക് അതുവഴി നിങ്ങൾക്ക് ജോലിയിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അതിനുവേണ്ടി bijo@canadianskills.ca ഒരു ഇമെയിൽ അയക്കുക. ഇതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം ഈ കഴിഞ്ഞ ദിവസം CBC ന്യൂസ് ഒബ്സർവ് ചെയ്തത്, പല സബ്സ്റ്റിറ്റ്യൂട്ട് ടീച്ചേഴ്സും അല്ലെങ്കിൽ സപ്ലൈ ടീച്ചേഴ്സ് എന്ന് ഇവിടെ പറയുന്നവർ ക്വാളിഫൈഡ് അല്ലാത്തവരാണ് ടൊറന്റോ ഡിസ്ട്രിക്ട് സ്കൂൾ ബോർഡിൽ വർക്ക് ചെയ്യുന്നത് എന്ന് അവർ പറയുകയുണ്ടായി. അപ്പോൾ അതുമായിട്ട് സംബന്ധിച്ച കുറേ ഇൻ്റർവ്യൂസും റിസർച്ചുകളും സെർച്ചുകളും ഒക്കെ അവർ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആളോട് അവർ ചോദിച്ചപ്പോഴേക്കും ഇതിനൊരു പ്രത്യേക ഒരു നിയമഘടനയില്ല, അല്ലെങ്കിൽ
വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ഹൈസ്കൂൾ പാസ് എന്നാണ് അവർ പറഞ്ഞത്, സബ്സ്റ്റിറ്റ്യൂട്ട് ടീച്ചറായിട്ട് ഇവിടെ വർക്ക് ചെയ്യാൻ വേണ്ടി. സാധാരണ നമുക്കറിയാം നമ്മുടെ നാട്ടിലേക്കാണ് BEd കഴിഞ്ഞവരോ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷനോ ഗ്രാജുവേഷനോ ഒക്കെ കഴിഞ്ഞവരാണ് ചെയ്യുന്നത്. ഇവിടുത്തെ ഒണ്ടേരിയോ ഹൈസ്കൂൾ എന്ന് പറയുമ്പോഴത്തേക്കും നല്ല ഹൈ സ്റ്റാൻഡേർഡ് ഉള്ളത് തന്നെയാണ്. പക്ഷേ എങ്കിലും ഇവിടെ വന്നു കഴിയുമ്പോഴേക്കും ഇമിഗ്രൻസ് ആയിട്ടുള്ളവരുടെ ഹൈസ്കൂളും അവർ ഹൈസ്കൂളായിട്ട് പല കാര്യത്തിലും അംഗീകരിക്കുന്നുണ്ട്. അങ്ങനെ ഉള്ളപ്പോൾ അങ്കിളുമാരും ആൻറ്റിമാരും ഗ്രാൻഡ്മാസും ഒക്കെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നു എന്നുള്ള ഒരു കൗതുകപരമായ ഒരു വാർത്ത കഴിഞ്ഞ ദിവസം എനിക്ക് കേൾക്കാനിടയായി. പ്രൊഫഷണൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ഇവിടെയുള്ളവരൊക്കെ ഈ സാധ്യതകളെയൊക്കെ നോക്കി കാണുക. തീർച്ചയായിട്ടും നിങ്ങൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള മലയാളി ടീച്ചേഴ്സ് ഒത്തിരി പേരുണ്ട്. അപ്പോൾ ആ മേഖലയിലേക്ക് കടക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി നേരിട്ട് എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഇൻഫർമേഷൻസ് ഞാൻ പറഞ്ഞുതരാം തീർച്ചയായിട്ടും. ഈ കഴിഞ്ഞ ദിവസം ഒണ്ടേരിയയിലെ അമേഴ്സ്ബർഗ് പട്ടണത്തിലെ ഒരു പ്രധാന തൊഴിൽ സ്ഥാപനമാണ് അവിടുത്തെ ക്രൗൺ റോയൽ ബോട്ട്ലിംഗ് പ്ലാന്റ്. അത് അടച്ചുപൂട്ടുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. പ്രീമിയർ ഡക്ഫോർഡ് അതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് വിസ്കി നിലത്തൊഴിച്ചുകൊണ്ടാണ് പ്രതികരിച്ചത്. 180 ജോലിക്കാരുടെയാണ് ജോലി നഷ്ടപ്പെടുന്നത്. എന്നാൽ മറ്റ് സ്ഥലങ്ങളിൽ ഇവർ പ്ലാന്റുകൾ പൂട്ടുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പല സ്ഥാപനങ്ങളും ഈ ദിവസങ്ങളിലായിട്ട് പൂട്ടുന്ന സംഭവം കാണുന്നുണ്ടായിരുന്നു. ബിയർ സ്റ്റോർ എന്ന് പറയുന്ന ഒരു പ്രമുഖ റീറ്റെയിൽ ചെയിനാണ് അവർ നിർത്തിയിട്ടുണ്ടായിരുന്നു. കാരണം പ്രത്യേകിച്ചും ബിയർ, വൈന് ഇതൊക്കെ പല കൺവീനിയൻസ് സ്റ്റോറുകളിലും അവൈലബിൾ ആണ്. അങ്ങനെ ബിസിനസ് ഡിസ്ട്രിബ്യൂട്ടഡ് ആയി പോകുന്നുണ്ടായിരുന്നു. അതൊക്കെയാണ് ഇതിൻ്റെ കാരണമെന്ന് കരുതുന്നു. കൂടുതൽ ഇൻസൈറ്റ്സ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് അറിയാവുന്ന വാർത്തകളൊക്കെ ഇവിടെയും ഷെയർ ചെയ്യുക. നമ്മുടെ കമ്മ്യൂണിറ്റിയിലൊക്കെ പോസ്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് വാർത്തകൾ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ളവർക്കൊക്കെ. ഞാനൊരു ഫ്രീലാൻസ് വ്ളോഗർ മാത്രമാണ്, ജേർണലിസ്റ്റ് അല്ല. കാര്യങ്ങളൊക്കെ ഒബ്സർവേഷനിൽ കൂടെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. കാനഡ ഒണ്ടേരിയോയിലെ വെതർ നോക്കി കഴിയുമ്പോഴേക്കും ഇപ്പോൾ ഫോൾ സീസണിലോട്ട് ഏതാണ്ട് കടന്നിരിക്കുകയാണ്. മരങ്ങളുടെയൊക്കെ ഇലയൊക്കെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് കഴിയുമ്പോഴേക്കും വളരെ ഭംഗിയുള്ള ഒരു പ്രകൃതി ആയിരിക്കും ഉള്ളത്. പ്രത്യേകിച്ചും എല്ലാ മരങ്ങളിലെ ഇല കൊഴിഞ്ഞു തുടങ്ങുന്നു, അതോടൊപ്പം തന്നെ കളറൊക്കെ മാറി തുടങ്ങിയിരിക്കുന്നു. ഇപ്പോഴത്തെ ടെമ്പറേച്ചർ വരുന്നത് ഒരു 10 ഡിഗ്രി മുതൽ 20 ഡിഗ്രി വരെയാണ് ഒരു ദിവസത്തെ ടെമ്പറേച്ചർ വരുന്നത്. മറ്റു പ്രൊവിൻസുകളിലെ അപ്ഡേറ്റ്സുകളൊക്കെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് തീർച്ചയായിട്ടും. പിന്നെ റെന്റൽ ഹോംസുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ കാണുന്ന ബേസ്മെന്റുകൾ, അതായത് ഈ വീടുകൾക്കൊക്കെ ബേസ്മെന്റ് ഉണ്ട്, അവിടെയൊക്കെ ബേസ്മെന്റ് അവൈലബിലിറ്റി ഉണ്ട്. അത് കണ്ടെത്തുന്നതിന് വേണ്ടി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഓരോ സ്ഥലങ്ങളിലൂടെയൊക്കെ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ ആരെങ്കിലും ഒക്കെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഒക്കെ പല സ്ഥലങ്ങളിലുണ്ടെങ്കിൽ, ഇന്ത്യയിൽ നിന്നൊക്കെ വരുന്നവരുണ്ടെങ്കിൽ അവരോട് പറഞ്ഞാൽ മതി. ഈ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ലിസ്റ്റിംഗ് വെച്ചിട്ടുണ്ടാവും. അല്ലാത്ത പക്ഷം നോക്കാവുന്നത് നമുക്ക് കിജിജി, പിന്നെ മാർക്കറ്റ് പ്ലേസ്, അവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവൈലബിലിറ്റി ഉണ്ട്. പക്ഷെ ശ്രദ്ധിക്കുക, തീർച്ചയായിട്ടും നിങ്ങളൊരു ഡയറക്റ്റ് കോൺടാക്റ്റിൽ കൂടെ മാത്രമേ ഉള്ളൂ പൈസയൊക്കെ കൊടുക്കാവുള്ളൂ. അതൊക്കെയാണ് നമ്മുടെ വെതർ അപ്ഡേറ്റ്സും റെന്റൽ അപ്ഡേറ്റ്സും ഒക്കെ. ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ വാർത്തകളിലേക്ക് കടന്നു കഴിയുമ്പോഴേക്കും, പ്രത്യേകിച്ചും സെപ്റ്റംബറിലാണ് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. വാൻകൂവർ കമ്മ്യൂണിറ്റി കോളേജിലെ എൻറോൾമെന്റ് 65% താഴേക്ക് പോയിരിക്കുകയാണ്. അതായത് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ എണ്ണത്തിലുള്ള കുറവാണത്. നിരവധി പേരുടെ ജോലി അവിടെ നഷ്ടപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിരവധി പ്രോഗ്രാംസും ഇപ്പോൾ കട്ട് ചെയ്തിട്ടുണ്ട്. അത് എഡ്യൂക്കേഷണൽ സിസ്റ്റത്തെ കാര്യമായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം പല റെസ്ട്രിക്ഷൻസും ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ ഇൻടേക്കിൽ വന്നിട്ടുണ്ടായിരുന്നു. എങ്കിലും ഈ വർഷവും നമ്മുടെ കൺസൾട്ടൻസി ത്രൂ ഒക്കെ നിരവധി കുട്ടികൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അവര് നല്ല രീതിയിലുള്ള പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഗൈഡൻസിന് വേണ്ടി RCIC ജയേഷ് ജേക്കബ് നമ്മുടെ ഒപ്പമുണ്ട്. എല്ലാ ആഴ്ചയിലും നമ്മുടെ ലൈവ് സെഷൻസ് കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ പങ്കെടുത്ത് ഒരു നല്ല റിസർച്ചിൽ കൂടെ മാത്രമേ ഉള്ളൂ മറ്റു രാജ്യങ്ങളിലേക്ക് പോകാവുള്ളൂ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അഡ്മിഷൻ സർവീസ് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന SPS നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ കാനഡയിൽ സെക്കൻഡ് കോഴ്സ് എടുക്കേണ്ടവർക്കും സർവീസുകൾ തേടാവുന്നതാണ്. ഓണമൊക്കെ എല്ലാവരും നന്നായിട്ട് ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും വീണ്ടും ഓണാശംസകൾ. നമുക്കിനി അടുത്ത ആഴ്ച കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.